സോഷ്യൽ മീഡിയയിൽ ഈ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് ഇളയദളപതി വിജയിയെ പറ്റിക്കൊണ്ട് വരുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കാണും. എന്തൊക്കെയാണെങ്കിലും ജനനായകൻ സിനിമയുടെ റിലീസ് ബന്ധപ്പെട്ടുകൊണ്ട് സിനിമ ഇൻഡസ്ട്രിയിൽ താളം തെറ്റിയ വിജയിക്ക് ഇപ്പം അതേ താളം തെറ്റൽ ജീവിതത്തിലും നേരിടേണ്ടി വരുന്നൊരവസ്ഥയാണ്. ഈ പറയുന്ന ഈ ഒരു കേസിൻ്റെ ജെനുവിനിറ്റി പ്രൂവ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് വിജയുടെ രാഷ്ട്രീയ കാൽവെപ്പിലേക്കും ഈ ഒരു കേസ് സാരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്തൊക്കെയാണെങ്കിലും വിജയ് സംഗീത 27 വർഷത്തോളം നീണ്ടുനിന്ന ദാമ്പത്യ ജീവിതം അവസാനിപ്പിക്കാനായിട്ട് വിജയുടെ ഭാര്യയായിട്ടുള്ള സംഗീത ചെങ്കൽപ്പേട്ട് ഫാമിലി കോർട്ടിൽ ഇപ്പോൾ ഡിവോഴ്സ് പെറ്റീഷന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ ഒരു കേസിൻ്റെ ഭാഗമായിട്ട് ഏപ്രിൽ മാസം വിജയോട് ഈ പറയുന്ന ഫാമിലി കോർട്ടിൽ നേരിട്ട് എത്താനായിട്ടാണ് കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നത്. ഈ ഒരു സമയത്ത് സംഗീത അപ്ലൈ ചെയ്ത ഈ ഒരു ഡിവോഴ്സ് പെറ്റീഷൻ്റെ ഭാഗമായിട്ട് വിജയ്ക്കെതിരെ വന്നിരിക്കുന്ന ചില അലിഗേഷൻസ് ഉണ്ട്. ആ അലിഗേഷൻസ് ആണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാക്കപ്പെടുന്നത്. അതായത് ആ ഒരു ഫുൾ പെറ്റീഷനിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് ഞാൻ വ്യക്തമായിട്ടൊന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം 2021 എന്ന് പറയുമ്പോൾ ഏകദേശം 5 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വിജയ്ക്ക് മറ്റൊരു സിനിമ ആക്ട്രസുമായിട്ട്, അതായത് ഈ പറയുന്ന തമിഴ് സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ ഏറ്റവും മികച്ചു നിൽക്കുന്ന ഒരു സിനിമ ആക്ട്രസുമായിട്ട് വിജയ്ക്കൊരു അഫെയർ ഉണ്ടായിരുന്നു, അതായത് ഒരു അഹിത ബന്ധം ഉണ്ടായിരുന്നു. അത് ഞാൻ കണ്ടുപിടിക്കുകയും അതിനുശേഷം വിജയോട് ഈ ഒരു ബന്ധത്തെപ്പറ്റി സംസാരിക്കുകയും വിജയ് തൻ്റെ തെറ്റ് മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു ബന്ധം താൻ അവസാനിപ്പിക്കാം, ഇനി ഇങ്ങനെ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകില്ല എന്നുള്ള രീതിയിൽ സംഗീതയ്ക്ക് വാക്ക് കൊടുക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഒരുപാട് വർഷങ്ങൾക്ക് ഇപ്പുറവും യാതൊരു പശ്ചാത്താപവും കൂടാതെ വിജയ് ആ ഒരു ബന്ധം അതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യത്തിൽ എനിക്കിനി വിജയ്ക്കൊപ്പം ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കില്ല, അതുകൊണ്ട് ഒരു മ്യൂച്വൽ ഡിവോഴ്സ് വേണം എന്നുള്ള രീതിയിലാണ് വിജയ്ക്കെതിരെ ഇപ്പോൾ ഒരു ഡിവോഴ്സ് പെറ്റീഷൻ സംഗീത അപ്ലൈ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കേസിൻ്റെ ഒരു സ്ട്രെങ്ത് കൂടാനും ഈ ഒരു കേസിൻ്റെ ആ ഒരു കാഠിന്യം കൂടാനൊക്കെ ആയിട്ട് ചില കാര്യങ്ങളും കൂടി ഒരു കേസിൻ്റെ ഭാഗമായിട്ട് എഴുതി ചേർത്തിട്ടുണ്ട്. അതായത് വിജയുടെ 2 മക്കൾക്കും ഈ ഒരു കേസിൻ്റെ ഭാഗമായിട്ട് വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ ഒരു മക്കളുടെ സുഹൃത്തുക്കൾക്കിടയിലും ഇവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കിടയിലും അതുപോലെ തന്നെ ഇവർ ജീവിക്കുന്ന ചുറ്റുപാടുകൾക്കുള്ളിലും ഇവർക്ക് ഒത്തിരി അഭിമാനക്ഷതം ഈ പറയുന്ന അച്ഛൻ്റെ ചെയ്തികൾ കാരണം ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന അഡൾട്ടറി ആ ഒരു വയസ്സിലും ഈ ഒരു കേസിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കേസിൻ്റെ സ്ട്രെങ്ത് കുറച്ചുകൂടി കൂടും. പിന്നീട് ഈ പറയുന്ന കേസിൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്ന വിജയ് ഇപ്പോൾ ഒരു രാഷ്ട്രീയക്കാരൻ കൂടിയാണ്. TVK എന്ന് പറയുന്ന ആ ഒരു പാർട്ടി വിജയ് ഉണ്ടാക്കിയതിന് ശേഷം പുള്ളിക്കാരൻ്റെ അത്ര നോർമലൈസ് നമുക്ക് ചെയ്യാൻ കഴിയില്ല. കാരണം ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ അടിക്കടി വിജയുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് വിജയ് ഒരു രാഷ്ട്രീയക്കാരനും കൂടി ആയ സ്ഥിതിക്ക് ഈ ഒരു കേസിൻ്റെ താളം നല്ല രീതിയിൽ തെറ്റാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ പറയുന്നത് പോലെ ഇതൊരു നോർമൽ ഡിവോഴ്സ് കേസ് മാത്രമാവില്ല. കാരണം ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന ഒത്തിരി വീഡിയോസ് ഉണ്ട്. അതായത് ഈ പറയുന്ന രാഷ്ട്രീയക്കാരനായിട്ട് ആ ഒരു തമിഴ്നാട് മൊത്തം താൻ അടിച്ച് വെളുപ്പിച്ച് ഫുള്ള് വൃത്തിയാക്കും, അതുപോലെ തന്നെ എല്ലാ ജനങ്ങൾക്കും അവർക്ക് വേണ്ടതെന്താണോ അതുപോലെ ചെയ്യും, എല്ലാവർക്കും ചേട്ടനായും അനിയനായും അച്ഛനായും അങ്ങനെ കൂടെ നിൽക്കും എന്നുള്ള രീതിയിൽ ഒത്തിരി വീഡിയോസും കാര്യങ്ങളൊക്കെ വിജയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെയൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് സ്വന്തം കുടുംബം പോലും നേരെ ചൊവ്വേ നോക്കാൻ പറ്റാത്ത ഒരാൾ, അല്ലെങ്കിൽ തൻ്റെ മക്കളുടെ പോലും മാനാഭിമാനം സ്വന്തമായിട്ട് സംരക്ഷിക്കാൻ പറ്റാത്തൊരു വ്യക്തി എങ്ങനെയാണ് കോടിക്കണക്കിന് വരുന്ന ജനങ്ങളുടെ ജീവനും സമ്പത്തൊക്കെ സംരക്ഷിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ ഒത്തിരി ചോദ്യവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും വിജയുടെ രാഷ്ട്രീയ ജീവിതത്തെയും ഈ ഒരു കേസ് കൃത്യമായിട്ട് ബാധിക്കും എന്നുള്ളത് ഇതിലൂടെ കൺഫേംഡ് ആണ്. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു കേസിൻ്റെ ഭാഗമായിട്ട് ഒരു സിനിമ ആക്ട്രസുമായിട്ടൊരു അഭീത ബന്ധം എന്നാണ് പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ ഒരു പേര് നമ്മളിങ്ങനെ കേട്ട് വരുന്നുണ്ട്. ഞാൻ ഒരിക്കലും ഈ ഒരു വീഡിയോയിൽ ആ ഒരു പേര് പറയില്ല, കാരണം ഇതിന് കൃത്യമായൊരു എവിഡൻസ് ഇല്ലാത്തൊരു കാര്യം നമ്മൾ വന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കും വിജയെ ഫോളോ ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ വിജയിനെ ബന്ധപ്പെട്ട് വരുന്ന വാർത്തകളും കാര്യങ്ങളൊക്കെ കാണുന്നവർക്ക് ആ ഒരു പെർട്ടിക്കുലർ നടി ആരാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ ഒരു കേസിൻ്റെ ജെനുവിനിറ്റി പ്രൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു പേര് കൃത്യമായിട്ട് പറയുന്നതായിരിക്കും. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു കേസിനെ ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കിപ്പോൾ ഏകദേശം മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, ഈ പറയുന്ന വിജയുടെ രാഷ്ട്രീയ ജീവിതം അല്ലെങ്കിൽ സിനിമ അവസാനിപ്പിച്ച് ഇനി ഫുള്ള് ഈ പറയുന്ന രാഷ്ട്രീയത്തിലേക്ക് മാറുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയത്തിന് വേണ്ടി ഫുൾ എഫേർട്ട് ഈ ഒരു സമയത്തിടുന്ന വിജയ്ക്ക് കൃത്യമായിട്ടുള്ള ബുദ്ധിമുട്ട് ഈ ഒരു കേസിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഡിവോഴ്സ് കേസിൻ്റെ ഭാഗമായിട്ട് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്.
എന്തൊക്കെയാണെങ്കിലും ഈ ഒരു സമയത്ത് വിജയിയെ സ്നേഹിക്കുന്നവർക്കും അതുപോലെ തന്നെ വിജയ് എന്ന ആ ഒരു ആക്ടറിൻ്റെ അഭിനയം ഇഷ്ടപ്പെടുന്നവർക്കും ഒത്തിരി എന്താണ് ഭയങ്കരമായിട്ടൊരു ഷോക്കാവുന്ന ഒരു ന്യൂസായിപ്പോയി ഈ കഴിഞ്ഞ 2 നാളുകളൊക്കെ ആയിട്ട് നമ്മൾ കേട്ട് വരുന്ന ഈ ഒരു ഡിവോഴ്സ് കേസിനെ ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ. എന്തൊക്കെയാണെങ്കിലും ഇത് ഫസ്റ്റ് കേൾക്കുന്നവർ ഇതെന്താ ഇങ്ങനെ, ഇങ്ങേർക്ക് മൊത്തം പണിയാണല്ലോ, ജനനായകൻ വന്നു, അത് ഭയങ്കരമായിട്ടൊരു ബുദ്ധിമുട്ടിലൂടെ അത് റിലീസ് ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിൽ പെട്ടിയിലടച്ച് വെച്ചിരിക്കുന്നു, ഇതിപ്പോൾ കുടുംബവും പോകുന്ന അവസ്ഥയാണ്, ഇനിയിപ്പോൾ രാഷ്ട്രീയത്തിലും ഈ ഒരു കേസിൻ്റെ ഭാഗമായിട്ട് ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്ത് അവിടെയും പുള്ളിയുടെ താളം മൊത്തമായിട്ട് തെറ്റാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിലും സിനിമയിലും ജീവിതത്തിലും ഒക്കെ 3G ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അണ്ണൻ ഇത്രയും നാളുണ്ടാക്കിയെടുത്ത ആ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസും ഇത്രയും ജനങ്ങളുടെ സ്നേഹമൊക്കെ മിനിറ്റ് കണക്കിന് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു കേസിനെ ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായിട്ടൊരു എവിഡൻസ് കിട്ടുന്നത് വരെ അല്ലെങ്കിൽ ഈ പറയുന്ന സംഗീത ഉന്നയിച്ചിരിക്കുന്ന ഈ ഒരു ഡിവോഴ്സ് പെറ്റീഷനിൽ പറയുന്ന ആ ഒരു പെർട്ടിക്കുലർ നടിയോ അല്ലെങ്കിൽ ഈ പറയുന്ന കേസിൻ്റെ ജെനുവിനിറ്റിയോ പ്രൂവ് ചെയ്യുന്ന സമയത്ത് ഇതിനെ ബന്ധപ്പെട്ട് നമുക്ക് സീരിയസ് ആയിട്ടൊരു വീഡിയോ ചെയ്യാം. ഇപ്പോൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ വിജയെ ബന്ധപ്പെട്ടുകൊണ്ട് ഇത്രയും വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തത്. ഈ പറയുന്ന ഡിവോഴ്സ് പെറ്റീഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ചെങ്കൽപ്പേട്ട് ഫാമിലി കോർട്ടിൽ അടുത്ത മാസം വിജയ് നേരിട്ട് ഹാജരാകും എന്നുള്ളതാണ് പറയാനായിട്ട് സാധിക്കുന്നത്. ഇതിന് ബന്ധപ്പെട്ടുള്ള മറ്റുള്ള അപ്ഡേറ്റ്സ് നമുക്ക് കൃത്യമായിട്ട് പറയാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഈ ഒരു കാര്യത്തെ ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. താങ്ക്